നല്ല വെന്തുടഞ്ഞ കപ്പയും ചോറും ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പെരട്ടും കൂട്ടി ഒരു അടിപൊളി ഊണ് കഴിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അരുൺ വേവിന്റെയും മറ്റൊരു കിടിലൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഫുഡ് സ്പോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. എൻ്റെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലാണ്. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഇതുവരെ ബിരിയാണി മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ ഇങ്ങനെ മേടിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ചോദിച്ചു വേറെ എന്തൊക്കെ ഇവിടെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ കുറച്ച് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കപ്പ, തലക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇന്ന് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സ്പോട്ടിലെത്തിയ ബാക്കിൽ കാണുന്നതാണ് ഹോട്ടലാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം. ഇവിടെ പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? ഇന്നത്തെ സ്പെഷ്യൽ തലക്കറിയുണ്ട്, മീൻ കറിയുണ്ട്, കപ്പ അവിച്ചുണ്ട്, കപ്പ വെച്ചതുണ്ട്, ഊറുണ്ട്, ബീഫ് റോസ്റ്റ് ആണ്. ചോറെല്ലാം കൃത്യം 11 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം പാകം ചെയ്യണ എല്ലാം അവിടെ RCM കമ്പനിയുടെ ഓയിലാണ് പാകം ചെയ്തിട്ടുണ്ടാകും. ഈ എണ്ണയിലാണ് എല്ലാം ഉണ്ടാകും. ഇതിലാണ് എല്ലാം കുക്ക് ചെയ്തത്. ഇതിലാണ് സാധനങ്ങളെല്ലാം കുക്ക് ചെയ്തത്. എന്താ ഇത് കുഴിയാള മീനാണ്. ഓക്കെ, നമ്മൾ കഴിക്കാനുള്ള ഫുഡെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീൽസ് ഉണ്ട്, തലക്കറി, കപ്പ. ഇത് ബീഫ് റോസ്റ്റ് അല്ലേ? ബീഫ് റോസ്റ്റ്. ഇത് ചിക്കൻ പെരട്ട്. ഓക്കെ, ഇത് ബിരിയാണി, ബാക്കി കറികൾ, പിന്നെ ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ ഒറ്റ ഐറ്റം ഉള്ളതാ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതൊക്കെ ഡെയിലി ഉള്ള? ഓക്കെ. ഈ മോർണിംഗ് എത്ര മണി മുതലാണ്? നമ്മളിത് കപ്പയും മീൻ കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് മീൻ കറിയും ഈ ഒരു പൊരിച്ച മീനും എന്നൊരു വലിയ പീസൊക്കെ എടുക്കാം. സെറ്റ്. ഇതിലോട്ട് വെച്ച് കപ്പ ഇങ്ങനെ കുഴച്ച് എന്താ ടേസ്റ്റ്? അതേപോലെ കപ്പയും മീൻ കറിയും മീൻ ഫ്രൈയും ഒരു രക്ഷയല്ല, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ ഓക്കെ മതി. ഓക്കെ, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ പെരട്ടല്ലേ? ചിക്കൻ റോസ്റ്റ്. ഓക്കെ, അതപ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് ഒഴിക്കുക. ഓക്കെ ഓക്കെ. ഇപ്പോൾ ബീഫുണ്ട്, ഞാനൊന്നും ട്രൈ ചെയ്യുന്നില്ല ഇപ്പം. ഇത് മാത്രം ചിക്കൻ പെരട്ടും. ചേട്ടാ, ഈ ചിക്കൻ ഫ്രൈ ചെയ്താണോ വെക്കണ? അല്ല, ഈ ചിക്കൻ ഫ്രൈ ചെയ്താണോ ഫ്രൈ ആക്കിയാണ് റോസ്റ്റ് ചെയ്യണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊടിഞ്ഞു പോകും. ഇത് നല്ല ഫ്രൈ പോലെ ഉണ്ടോ? ഇതെല്ലാം ഇവിടെ ചെയ്യുന്ന എല്ലാം മറ്റേ തവിട് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ ചിക്കൻ്റെ ഒരു പീസും കുറച്ച് കപ്പയും ചോറും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ മോനെ, അടിപൊളി. ഒരു ചിക്കൻ പെരട്ട് ചെയ്യുന്നതും ഇതേപോലെ ഫ്രൈ ചെയ്ത് പെരട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് ചിക്കൻ പൊടിഞ്ഞു പോകില്ല. അടിപൊളിയായിട്ട് കേട്ടെ, അടിപൊളി. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ള് കഴിച്ചിട്ട് കാണാം. ഞാൻ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചേട്ടാ, എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കറക്റ്റാന്ന് പറഞ്ഞു. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വെഞ്ഞാറോട് പോകുന്ന ഇന്ത്യൻ കോപ്പീഡ്സിന്റെ തൊട്ട് മുകളിൽ മേലെ തൈക്കാട് എന്ന് പറയും. മേലെ തൈക്കാട്, വഴിയോരക്കട എന്നാണ്. അപ്പോൾ മേലെ തൈക്കാട് കഴിഞ്ഞ് അസിംഗല കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇത് കഴിഞ്ഞ് 1/2 കിലോമീറ്റർ ആകുമ്പോഴാണ് വെഞ്ഞാറോട് ജംഗ്ഷൻ. കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വെഞ്ഞാറോട് ജംഗ്ഷൻ. അപ്പോൾ വരുന്നവർ ഇവിടെ വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ഫുഡ് കേട്ടോ. ശരിക്കും സീരിയസ്ലി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴങ്കഞ്ഞി, കപ്പ, മീൻകറി, പൊറോട്ട, ബിരിയാണി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് വന്ന് ട്രൈ ചെയ്ത് നോക്കാം. തവിട് എണ്ണയിലാണ് ഇവർ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്.
ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഇവിടെ നിന്ന് സ്ഥിരം ഫുഡ് കഴിക്കുന്നതാണ്. പക്ഷേ ഇത്രയും ഐറ്റംസ് ഇവിടെ ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ വന്നിട്ട് ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ് ഇവിടുന്ന്. അപ്പോൾ അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇവർ ഇത്രയും ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് പൈനാപ്പിൾ ജ്യൂസ്, പപ്പായ ജ്യൂസ് 30 രൂപയുണ്ട്. അപ്പോൾ ഒന്ന് കുടിച്ചിട്ട് പോവാം. ഇതിങ്ങനെ കിലോ എങ്ങനെയാ? 3 100. ഇത് പുറത്തുനിന്ന് വരണേണോ അതോ ഇവിടെ കൃഷിയുണ്ടോ? വാഴക്കുളോ? അതെവിടെയാണ്? മൂവാറ്റൂർ. ഇത് രാവിലെ എത്ര മണി മുതലുണ്ട് ഇവിടെ? 7:30 വരെ കാണും. ഈ 2 ജ്യൂസാണോ കൂടുതലുള്ളത്? പപ്പായയും ഇത് തന്നെ 2 മാത്രമേ ഉള്ളൂ ഇവിടെ. 2 ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, പൈനാപ്പിളും പപ്പായയും. രണ്ടിനും ഈ ഓരോ ഗ്ലാസ്സിന് 30 രൂപ മാത്രമേ വരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ പപ്പായ ജ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ട്രൈ നോക്കാം. ഇത് 30 രൂപയ്ക്ക് ശരിക്കും ലാഭമാണ് കേട്ടോ. ഇനി ഇവർ റേറ്റ് കൂട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് കൂട്ടല്ലേ? നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്കും റേറ്റ് കൂടിയെന്നൊന്നും പറയല്. ഓക്കെ, നമുക്ക് ഈ ഒരു വലിയ ഗ്ലാസ്സിൽ വെറും 30 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? കോലിക്കോട് എത്തുന്നതിന് മുമ്പല്ലേ? ചിറ്റാരിക്കോണം. അതായത് കോലിക്കോട് കഴിഞ്ഞ് വിവറേജും കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രഷ് പപ്പായയും പൈനാപ്പിളും ജ്യൂസ് കുടിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്, വയറ് ഫുള്ള്. വയറ് ഫുള്ള്. ഗൈസ്, അപ്പോൾ ഇതെല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാനുള്ള പൈനാപ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ വർക്ക് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോയിട്ട് 2 മുട്ട പപ്സും ഒരു ലൈം ജ്യൂസും കൂടെ അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് പോവാം. അപ്പോൾ കസ്റ്റമർ എത്താനായിട്ട് കുറച്ചും കൂടി ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പോയിട്ട് ഇവിടെ ഡിസൈനും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് നല്ല ചൂട് മുട്ട പപ്സ് ഇപ്പോൾ കിട്ടും. എൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കടയിൽ പോയിട്ട് നല്ല അടിപൊളി മുട്ട പപ്സും ഒരു ലൈം ജ്യൂസും കുടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ തുടരും മൂവി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വന്നിട്ട് നേരെ മൂവിയും കണ്ട് വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആഹാ, എന്താ വെയിൽ കൊള്ളുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ. അടിപൊളി. സ്പോട്ടിലെത്തി. നല്ല ചൂട് മുട്ട പപ്സ് ഇരിക്കണ കണ്ടാ കണ്ടിട്ട് തന്നെ വായിൽ കപ്പലോടണം. അടിപൊളി. ഗൈസ്, ഇപ്പോൾ കസ്റ്റമർ വന്ന് നമ്മുടെ വർക്ക് സ്റ്റാർട്ടായി. ചെസ്റ്റിലൊരു ഈഗിളിൻ്റെ വിങ്സ് ഒക്കെ വരുന്ന ഒരു കസ്റ്റം ഡിസൈനാണ് ചെയ്തത്. ഇത് നമുക്ക് ഓഫറിൽ കിടക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക.